അതിഥിയുടെ വാർഡ്രോബ് റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ്ങും ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നിയൊരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. അതായത് മുമ്പ് അവൾക്കുള്ള ആ വാർഡ്രോബിലെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഫുള്ള് ഈ മാല എല്ലാം ഞാൻ വെക്കാൻ, അതായത് വെറുതെ അങ്ങ് ഇടുമായിരുന്നു. പക്ഷേ പിന്നെ ഈ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഓർഗനൈസർ ബോക്സ് മേടിച്ചത്. അപ്പം അതിനകത്ത് എല്ലാം നമുക്ക് സെക്ഷൻ വൈസ് തിരിച്ചു വെക്കാൻ പറ്റും. അപ്പം ഏറ്റവും താഴത്തെ ഭാഗത്താണെങ്കിൽ ഒരു ചെറിയൊരു സെക്ഷൻ പോലെ ഉണ്ട്. അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതിനകത്ത് ആണ് ഞാൻ ഈ അവൾക്കുള്ള ഹെയർ ആക്സസറീസ്, ബൺസ്, ക്ലിപ്സ് ഒരുപാടുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസിന്റെ ക്ലിപ്സ് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് വെക്കുന്ന അതിനകത്ത്. മുകൾ ഭാഗത്ത് ഇതുപോലെ ഓപ്പൺ ചെയ്ത വളകളും ചെയ്യാത്ത വളകളും എല്ലാം അങ്ങനെയായിരുന്നു ഇട്ടിരുന്നത്. ഇത് മൊത്തത്തിൽ മെസ്ഡപ്പായി കിടക്കുമായിരുന്നു. അപ്പം ഞാൻ കരുതി അതും കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പം ആദ്യം തന്നെ ഞാൻ വളകളാണ് എടുത്തത്. വളകളും എല്ലാ തരത്തിലുള്ള വളകളും എല്ലാ കളർ വളകളും ഒക്കെ ഉണ്ട്. എല്ലാ ഡ്രസ്സിനും ഇടാൻ ചേരുന്ന കണക്കത്തുള്ള. അപ്പം ഇതെല്ലാം ഞാൻ മേടിച്ചതല്ല കേട്ടോ. വളയാണെങ്കിലും മാലയാണെങ്കിലും എല്ലാം ഞാൻ മേടിച്ചതല്ല. മാമി കൂടുതൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ മാമിയൊക്കെ വേറെ മാമിമാരുടെ കൂടെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പം എല്ലാ ദൊഡ്ഡന്മാരും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മല, വള എല്ലാം അവർക്ക് മേടിച്ചിട്ടുണ്ട്. കമ്മല് മാത്രം മേടിക്കത്തില്ല. പിന്നെ അത് കാരണം വേറെ ഈ സ്വർണ്ണം അല്ലാതെ ഇടാൻ പറ്റത്തില്ലല്ലോ, പഴുക്കോല. അപ്പൊ ബാക്കിയെല്ലാം ബണ്ണ് കാര്യങ്ങളൊക്കെ മേടിക്കും. നമുക്ക് മുമ്പേ ജനിച്ചതിന് ശേഷവും നല്ല മുടിയായിരുന്നു. അതിനുശേഷം മുട്ടയടിച്ചതിന് ശേഷവും നല്ല മുടി വളർന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഫോട്ടോസിനകത്ത് പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോഴാണ് മുട്ടയായത്. അപ്പം അങ്ങനെ അവര് എപ്പോഴും ഇതേപോലെ ഒരുപാട് ആക്സസറീസ് ഇങ്ങനെ മേടിച്ചോണ്ടിരിക്കുമായിരുന്നു. ഒന്നോ രണ്ടോ മാല എങ്ങാണ്ടേ ഉള്ളൂ ഞാൻ മേടിച്ചത്. ഓറഞ്ച് കളറോ അങ്ങാണ്ടൊക്കെ ഇല്ലാന്ന് വിചാരിച്ചിട്ട്, ഓറഞ്ച് ആണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ഒരെണ്ണം അങ്ങാണ്ട് ഞാൻ മേടിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ മേടിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പം ചില വളകള് ഇതിനകത്ത് ഒരു വള കമ്പി വളയാണ്. അപ്പം അതിനകത്ത് കല്ല് വരുന്ന ടൈപ്പുണ്ട്. അപ്പം അത് കുറെ കല്ലുകളൊക്കെ ഇളകി പോയിട്ട് കേടായതുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതേപോലെ ചില വളകളിൽ ഇവള് എപ്പോഴും ഉപയോഗിച്ചിട്ട് സ്ക്രാച്ചസ് ഒക്കെ വീണതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഈ വളകളെല്ലാം കൂടെ ഒരുമിച്ച് ബണ്ണിട്ട് വെച്ചു. ഈ ബണ്ണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് നേരത്തെ മുടി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇതേപോലെ പല കളറുകൾ വീട്ടിൽ നിൽക്കുമ്പോഴും ഇട്ടേക്കുന്ന ഡ്രസ്സിനുള്ള ബണ്ണിട്ട് കൊടുക്കുമായിരുന്നു. അപ്പം ആ ബണ്ണൊക്കെ കേടായതുണ്ട്. അപ്പൊ അതിട്ട് ഞാനിങ്ങനെ ടൈറ്റ് ചെയ്താ കെട്ടിയാൻ വെച്ചത്. അല്ലെങ്കിൽ അതെല്ലാം പിന്നെ ഒന്നുകൂടെ മെസ്ഡപ്പ് ആവും. അത് കാരണം അതങ്ങനെ മാറ്റി വെച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവൾ ഇതുപോലെ അവർക്ക് കുറെ ഹെയർ ആക്സസറീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഡെപ്പി, ഒരു റാപ്പിന്റെ കണക്കത്ത് ഒരു ഡെപ്പിയുടെ അകത്ത് കുറെ ഇത്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഹെയർ ആക്സസറീസ് അത് ഞാൻ ഒന്നെണ്ണം ഓൺലൈനിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. ബാക്കി കൂടുതലും ഇവള് തന്നതാണ്. ആ കാര്യം ഒരെണ്ണത്തിൽ തന്നെ ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ ബണ്ണുകള് വലിയ ബണ്ണുകളുണ്ട്. അപ്പൊ ഞാൻ കരുതി ആ വലിയ ബണ്ണൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കും യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ബ്ലാക്ക് മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ എന്നാലും സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചു. പിന്നെ അതിനകത്ത് തന്നെ പൊട്ടിയതുമായിട്ടുള്ള ഹെയർ ആക്സസറീസ് എല്ലാം മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ഈ സെക്ഷനാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് നമുക്ക് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പൊ ബൺസ് വേറെ, ഈ കുഞ്ഞ് ഹെയർ ആക്സസറീസ് വേറെ, വലിയ ഹെയർ ആക്സസറീസ് വേറെ. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുമായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ഞാനത് റിസെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് ഡെപ്പിനകത്തേക്ക് അവർക്ക് പഴയ മുമ്പ് യൂസ് ചെയ്ത ബൺസ്, അപ്പൊ അത് ഞാനിതുപോലെ വളയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ മാല ഓർഗനൈസ് ചെയ്യാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഒരുപാടുള്ളത് കാരണം ഈ ഒരു ബണ്ണിൽ എനിക്കിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല എല്ലാം ഈ അതായത് ഓപ്പൺ ചെയ്ത് കിടക്കുമായിരുന്നു. ഞാൻ പിന്നെ ആ മാലകളെല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് ആ ബണ്ണിട്ട് കെട്ടി വെച്ചത്. പക്ഷെ ബണ്ണിട്ട് കെട്ടി വെച്ചിട്ടും അത് പൊട്ടി വരുന്നുണ്ടായിരുന്നു. അത് എന്തായാലും അത് പൊട്ടി വരും മിക്കവാറും. ഞാനിപ്പോൾ എടുക്കുമ്പോഴും പാടായിരിക്കും. കാര്യം പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കുമ്പോഴത്തേക്കും പിന്നെ അത് മിസ്ഡ് ആവും. ശരിയാണ്. പക്ഷെ വീക്കിലി വൺസ് എങ്കിലും നമ്മളത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റ് ഓർഗനൈസ് ആയിട്ട് തന്നെ ഇരിക്കും. അതെനിക്ക് മുമ്പ് ചെയ്യുമായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് ആ ഒരു ഓർഗനൈസേഷൻ ഇല്ലാത്തത്. കാര്യം നമുക്ക് തന്നെ അറിയാം, വാർഡ്രോബ് നമ്മൾ ഓരോ ഡ്രസ്സുകൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അത് ഫുള്ള് മിസ്ഡപ്പ് ആവും. പിന്നെ നമ്മൾ ആ ഒരു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മളൊന്ന് അത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവും. പക്ഷെ എനിക്ക് അതിനുള്ള ടൈം ഇപ്പം ഈയിടെയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണമാണ് രണ്ടുപേരുടെ വാർഡ്രോബും ഭയങ്കരമായിട്ട് അങ്ങ് ഇതായി പോയത്. എന്തായാലും അതിലേക്കുള്ളത് ഈ ഒരു സെക്ഷനും കൂടെ തീരുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഞാൻ ആദ്യം കരുതി ഈ ബോക്സ് ക്ലോസ് ചെയ്തിട്ട് അതിനകത്തോട്ട് വെക്കാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഞാൻ വെച്ചപ്പോഴാണ് ആലോചിച്ചത് അതിനേക്കാളും കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് വെക്കുന്നതായിരിക്കും. മുകളിലത്തെ ആ ടോപ്പ് പോർഷൻ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അത് എടുക്കാനും വെക്കാനും എളുപ്പം ഉണ്ടാകും. അപ്പൊ അത് കാരണം ആ ഓപ്പൺ ചെയ്തിട്ട് ആ ടോപ്പിൽ വരുന്നത് ഏറ്റവും താഴെ ഭാഗത്ത് വെച്ചിട്ട് നീക്കിയാണ് വെച്ചത്. അതാകുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും എപ്പോൾ വേണമെങ്കിലും എടുത്ത് തിരിച്ച് അതേപോലെ വെക്കാൻ പറ്റും. അങ്ങനെ എല്ലാം റീസെറ്റ് ചെയ്തു റെഡിയാക്കി പിന്നെ തിരിച്ച് അതുപോലെ എല്ലാം വെച്ചു. പിന്നെ അവർക്ക് 2-3 തൊപ്പികളുണ്ട്.
ഇതെല്ലാം ഇതിന്റെ തന്നെ സൈഡിലോട്ട് ഇറങ്ങുന്ന സൈഡിൽ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പൊ ബോയും കാര്യങ്ങളും അവിടെ വെച്ചിട്ട് തൊപ്പിയും അവിടെ വെച്ചു. അങ്ങനെ അവളുടെ അലമാര റീസെറ്റ് ആയി. അങ്ങനെ ഹാപ്പി ആയി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.